നമുക്കിന്ന് എളുപ്പത്തിൽ വളരെ ടേസ്റ്റുള്ള ഒരു സുഹിയൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനായിട്ട് എടുത്തു വച്ചിരിക്കുന്ന സാധനങ്ങൾ ഓരോന്നായിട്ട് പറയാം. സുഹിയൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ ചെറുപയർ ഒരു 250 ഗ്രാം ഒരു 4 മണിക്കൂർ മുൻപ് തന്നെ വെള്ളത്തിൽ കുതിരാനിട്ട് വെച്ചു. സുഹിയൻ്റെ ഇൻഗ്രീഡിയൻസ് ഇംഗ്ലീഷിലും മലയാളത്തിലും ഈ വീഡിയോയുടെ അവസാനം എഴുതിയിട്ടുണ്ട്. ചെറുപയർ നന്നായി വേവിച്ച് വെള്ളമെല്ലാം പോകാൻ വേണ്ടി ഒരു അരിപ്പപാത്രത്തിൽ എടുത്തു വെച്ചിട്ടുണ്ട്. തേങ്ങ ചിരകിയത് 1 തേങ്ങയുടെ പകുതി. ബാറ്ററിന് വേണ്ടി 1 കപ്പ് മൈദയും 1/2 കപ്പ് അരിപ്പൊടിയും എടുത്തിട്ടുണ്ട്. ചെറുപയറിലേക്ക് ചേർക്കുന്നതിന് വേണ്ടി 1/2 കപ്പ് പഞ്ചസാര, കുറച്ച് ഏലക്ക, കുറച്ച് നെയ്യ് ഇവയും ആവശ്യമാണ്. ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് നെയ്യ് ഒഴിച്ച് അത് ചൂടാക്കുക. അതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയർ ഇട്ട് കൊടുക്കണം. അതിനുശേഷം തേങ്ങ ഇട്ട് അത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇനി പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. പഞ്ചസാര ഇങ്ങനെ കുറച്ച് സമയം ഇളക്കി കൊടുക്കുമ്പോൾ അത് ഉരുകി വെള്ളം പോലെയായി വരും. ഇത് കുറച്ച് സമയം ഇളക്കി വറ്റിച്ചെടുക്കണം. ഇതുപോലെ കുറച്ച് സമയം ഇളക്കി കൊടുക്കുമ്പോഴേക്ക് ഇതിലെ വെള്ളമെല്ലാം വറ്റി ഇത് സെറ്റായിട്ട് കിട്ടും. കൂട്ട് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതിൽ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ബാറ്റർ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു ബൗളിൽ മൈദ, അരിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇവ എടുത്തു വെച്ചിട്ടുണ്ട്. ഈ സമയം ചെറുപയറിൻ്റെ കൂട്ട് നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. എടുത്തു വച്ചിരിക്കുന്ന ഈ പൊടികളുടെ കൂട്ടിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് കുറച്ച് തിക്കായിട്ടുള്ള ബാറ്ററായിട്ട് വേണം ഉണ്ടാക്കിയെടുക്കാൻ. കളർ കുറവായതുകൊണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. സുഹിയൻ്റെ കോട്ടിങ്ങിനുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സുഹിയന് വേണ്ടിയുള്ള ബോളുകളെല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിനി റെഡിയാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിലേക്ക് ഇട്ട് ഒന്ന് കവർ ചെയ്തെടുക്കണം. ഇനി ഇത് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണയിലേക്ക് ഒരുപാട് സുഹിയൻ ഇട്ട് കൊടുക്കരുത്. അങ്ങനെ ചെയ്താൽ ഇത് പരസ്പരം ഒട്ടിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ്. എണ്ണയിലേക്കിട്ട് കുറച്ച് സമയം കഴിയുമ്പോൾ ഇതുപോലെ ഒട്ടിപ്പിടിച്ചതെല്ലാം ഒന്ന് വിടിയിച്ച് കൊടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെയൊന്ന് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കണം. അതിനുശേഷം ഒരു ഗോൾഡൻ ബ്രൗൺ ആകുമ്പോഴേക്ക് ഇത് കോരിയെടുക്കാം. ബാക്കിയുള്ള സുഹിയനും കൂടി ബാറ്ററിൽ മുക്കി ചെയ്തെടുക്കാം. ഈ സുഹിയനിൽ പഞ്ചസാരയാണ് ചേർത്തിരിക്കുന്നത്. അതിന് പകരം വേണമെങ്കിൽ ശർക്കരയും ചേർക്കാം. ശർക്കര ചേർക്കുന്നതിന് കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതലാണ്.